പീഡനങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ പീഡിപ്പിക്കുന്നവരോടല്ലേ ചോദിക്കേണ്ടത്? ഞാൻ സ്ത്രീയുമായി പീഡിപ്പിക്കാറില്ല, ഞാൻ പീഡിപ്പിക്കുന്നതായി കണ്ടിട്ടില്ല. മനസ്സിലായോ? കണ്ടിട്ടുമില്ല. ഇനിയും അല്ലേ അപ്പൊ തന്നെ ആ സ്ത്രീ കാരണം നോക്കി ഒരെണ്ണം കൊടുത്താ തീരാവുന്നല്ലോ ഈ പ്രശ്നം. വേറൊരു ഇൻസിഡന്റ് പറയുകയാണെങ്കിൽ, ഒരു ഷോട്ടിനല്ല ഒരു നമ്മൾ സീൻ പ്രാക്ടീസിൻ്റെ ഇടയിൽ സ്പിറ്റിംഗ് സം കൈൻഡ് ഓഫ് വൈറ്റ് പൗഡേഴ്സ് ഓൺ ടു ദ ട്യൂബ്. സോ ഭയങ്കര എവിഡൻ്റാണ് ഇത് ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളത്, സിനിമ സെറ്റിൽ ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളത്. എൻ്റെ ഡ്രസ്സിനൊരു പ്രശ്നം വന്നപ്പം ഞാനത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി പോയപ്പോൾ ഞാൻ വേണമെങ്കിൽ റെഡിയാക്കി തരാം എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള, അതും എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറയുന്ന രീതിയിലുള്ള തരത്തിലുള്ള പെരുമാറ്റവും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. സഹകരിച്ച് മുന്നോട്ട് പോകാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ സിനിമയൊന്നും ഇല്ലല്ലേ, ശ്രദ്ധ കിട്ടാനുള്ള ഓരോ പെടാപ്പാട്. ലഹരി ഉപയോഗിക്കുന്നവർക്കൊപ്പം ഇനി ജോലി ചെയ്യില്ലെന്ന് നടി വിൻസി അലോഷ്യസ് പ്രഖ്യാപിച്ചതിനു ശേഷം അവർ നേരിട്ടത് സമാനതകളില്ലാത്ത സൈബർ ആക്രമണമായിരുന്നു. അവസരങ്ങളില്ലാത്തതുകൊണ്ടുള്ള ശ്രദ്ധ ക്ഷണിക്കൽ മാത്രമാണിത് എന്ന കമന്റുകൾ വിൻസിയുടെ പോസ്റ്റിന് താഴെ നിറഞ്ഞു. പിന്നാലെ ഒരു സിനിമയുടെ സെറ്റിൽ വെച്ച് പ്രധാന നടൻ ലഹരി ഉപയോഗിക്കുന്നത് കണ്ടുവെന്നും തന്നോട് അയാൾ മോശമായി പെരുമാറിയെന്നുമുള്ള വിൻസിയുടെ വെളിപ്പെടുത്തലെത്തി. ഒരു വീഡിയോയിലൂടെ വിശദമായി തന്നെ വിൻസി ഇക്കാര്യം വിശദീകരിക്കുകയും ചെയ്തു. ഒരിക്കൽ ഡ്രസ്സ് ശരിയാക്കാൻ പോയപ്പോൾ ഞാനും ഒപ്പം വരാമെന്ന് പറഞ്ഞ് പിന്നാലെ കൂടിയ നടൻ വായിൽ നിന്ന് വെള്ളപ്പൊടി തുപ്പുന്നത് കണ്ടെന്ന് വരെ വിൻസി വെളിപ്പെടുത്തിയിരുന്നു. ആരാണ് ആ പ്രമുഖൻ? നടന്റെ പേര് പറയാൻ എന്താണ് ഇത്ര മടി? ഇടതടവില്ലാത്ത ചോദ്യങ്ങളും ഒപ്പം സൈബർ ആക്രമണവും. ഒടുവിൽ ആ പേര് പുറത്തു വന്നു. ആ നടൻ ഷൈൻ ടോം ചാക്കോയാണ്. സൂത്രവാക്യം എന്ന സിനിമയുടെ സെറ്റിൽ വെച്ചാണ് സംഭവം. പ്രശ്നം തുടങ്ങിയപ്പോൾ ഒറ്റയ്ക്കായിരുന്നെങ്കിൽ ഇപ്പോൾ സംഘടനകളെല്ലാം വിൻസിക്ക് പിന്തുണയുമായി രംഗത്തുണ്ട്. നടന്റെ പേരോ സിനിമയുടെ പേരോ ഒന്നും തന്നെ വിൻസി പുറത്തുവിട്ടിരുന്നില്ല. എന്നാൽ സംഭവം വിവാദമാവുകയും സൈബർ ഇടങ്ങളിൽ കാര്യങ്ങൾ പരിധി വിടുകയും ചെയ്തതോടെ വിൻസി ഷൈനെതിരെ ഫിലിം ചേംബറിലും സിനിമയുടെ ICCക്കും പരാതി നൽകി. നടനെ പുറത്താക്കുമെന്ന് ഇന്നലെ തന്നെ ഫിലിം ചേംബർ അധികൃതർ അറിയിച്ചിരുന്നു. പരാതി നൽകിയതിന് പിന്നാലെയാണ് ഇന്ന് ഷൈൻ ടോം ചാക്കോ എന്ന പേര് ചോർന്നത്. താരസംഘടനയായ അമ്മയ്ക്കും വിൻസി പരാതി നൽകി കഴിഞ്ഞു. വിൻസി പരാതിയുമായി മുന്നോട്ട് പോകുകയാണെങ്കിൽ പിന്തുണ നൽകുമെന്ന് WCC നിലപാട് അറിയിച്ചു. ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നാണ് ഫെഫ്ക അടക്കമുള്ള സംഘടനകൾ വ്യക്തമാക്കിയിരിക്കുന്നത്. വിൻസിയുടെ പരാതി പരിഗണിക്കാൻ തിങ്കളാഴ്ച അടിയന്തര യോഗം ചേരാനിരിക്കുകയാണ് ഫിലിം ചേംബർ മോണിറ്ററിംഗ് കമ്മിറ്റി. ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നടൻ ലഹരി ഉപയോഗിച്ചത് കണ്ടുവന്ന വെളിപ്പെടുത്തലിൽ വിൻസി അലോഷ്യത്തിൽ നിന്നും വിവരങ്ങൾ തേടാനുള്ള നടപടികളുമായി എക്സൈസ് സംഘം മുന്നോട്ട് പോവുകയാണ്. പരാതി ഉണ്ടെങ്കിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിക്കുമെന്ന് കൊച്ചി എക്സൈസ് അറിയിച്ചിട്ടുമുണ്ട്. വിൻസിയുടെ വെളിപ്പെടുത്തലും തുടർന്ന് ഇതുവരെ ഉണ്ടായ നടപടികളും ചുരുക്കത്തിൽ ഇത്രയുമാണ്. ഇനി ഷൈൻ ടോം ചാക്കോയിലേക്ക് വരാം. ഇത്രയും കോലാഹലങ്ങൾ ഉണ്ടാകുന്നതിനിടെ വിൻസിയുടെ നിലപാട് എന്ന പേരിൽ ഒരു ന്യൂസ് കാർഡ് ഇന്നലെ ഷൈൻ തന്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ പോസ്റ്റ് ചെയ്തിരുന്നു. ലഹരി ഉപയോഗിച്ച പ്രധാന നടനിൽ നിന്നും മോശം അനുഭവം ഉണ്ടായി. അയാൾ സെറ്റിലിരുന്ന് വെള്ളപ്പൊടി തുപ്പി. ലഹരി ഉപയോഗിക്കുന്നവർക്കൊപ്പം അഭിനയിക്കില്ല. നിലപാട് വ്യക്തമാക്കി വിൻസി അലോഷ്യസ്. ഇതായിരുന്നു വിൻസിയുടെ ഫോട്ടോ അടക്കമുള്ള ആ പോസ്റ്ററിലെ കണ്ടന്റ്. ഇന്ന് സ്വന്തം പേര് പുറത്തു വരുമ്പോഴും ആ സ്റ്റോറി അതുപോലെ തന്നെ ഉണ്ടായിരുന്നു ഷൈനിന്റെ അക്കൗണ്ടിൽ എന്നതാണ് രസം. സേതുരാമയ്യർ CBIയിലെ വില്ലനായ ടെയ്ലർ മണിയുടെ വൈബ് എന്നടക്കം കമന്റുകൾ കൊണ്ട് നിറയ്ക്കുന്നുണ്ട് സോഷ്യൽ മീഡിയ. ഇതിനിടെ കൊച്ചിയിൽ നടന്റെ ഹോട്ടൽ മുറിയിൽ പരിശോധനയ്ക്കെത്തിയ ഡാൻസ് ഓഫ് സംഘത്തിന്റെ കയ്യിൽ നിന്ന് ഷൈൻ രക്ഷപ്പെട്ടത് സിനിമാ ഷോട്ടുകളെ പോലും വെല്ലുന്നതായിരുന്നു. ഹോട്ടലിന്റെ 3-ാം നിലയിലെ 314-ാം നമ്പർ മുറി ലക്ഷ്യമാക്കി വരികയാണ് ഡാൻസ് ഓഫ് സംഘം. വിവരമറിഞ്ഞ ഷൈൻ റൂമിന്റെ ജനാല വഴി 2-ാം നിലയിലെ ഷീറ്റിന് മുകളിലേക്ക് എടുത്തു ചാടി. ആ ചാട്ടത്തിൽ ഷീറ്റ് പൊട്ടി. അവിടെ നിന്ന് സ്വിമ്മിംഗ് പൂളിലേക്ക്, പിന്നെ പടികൾ ഇറങ്ങി റിസപ്ഷന്റെ ഭാഗത്തേക്ക് ഇറങ്ങിയോടി. ഹോട്ടലിന് പുറത്തു കടന്ന് ആ വഴി വന്ന ഒരു ബൈക്കിന് കൈ കാണിച്ച് കടന്നു. ഇത്രയും സാഹസപ്പെട്ട് ഷൈൻ രക്ഷപ്പെടണമെങ്കിൽ അദ്ദേഹത്തിന്റെ കൈവശം കാര്യമായി എന്തോ ഉണ്ടായിരിക്കാമെന്നാണ് പോലീസിന്റെ അനുമാനം. ഷൈനൊപ്പം മുറിയിലുണ്ടായിരുന്ന ആളെ പരിശോധിച്ചെങ്കിലും ഒന്നും തന്നെ കിട്ടിയില്ല. ഷൈൻ ഇപ്പോൾ എവിടെയാണെന്ന് പോലും പോലീസിന് അറിയില്ല. ഇതാദ്യമായിട്ടല്ല ലഹരി കേസുമായി ബന്ധപ്പെട്ട് ഷൈൻ ടോം ചാക്കോ വാർത്തകളിൽ നിറയുന്നത്. 2015 ജനുവരി 31-ാം തീയതിയാണ് ലഹരിയുമായി ബന്ധപ്പെട്ട കേസിൽ ഷൈൻ ടോം ചാക്കോയുടെ ആദ്യത്തെ അറസ്റ്റ്. ഇദ്ദേഹം നായകനായ ഇതിഹാസ എന്ന സിനിമ സൂപ്പർ ഹിറ്റായി നിൽക്കുന്ന സമയമായിരുന്നു അത്. സുഹൃത്തും സഹസംവിധായികയുമായ ബാംഗ്ലൂർ വളയം സ്വദേശിനി ബ്ലസ്സി സിൽവർസ്റ്റർ, കോഴിക്കോട് സ്വദേശിനിയും ഡിസൈനറുമായ രേഷ്മ രംഗസ്വാമി, ബംഗളൂരുവിൽ മോഡലായ കരുനാഗപ്പള്ളി സ്വദേശി ടിൻസി ബാബു, ദുബായ് ട്രാവൽ മാർട്ട് ഉടമയും കാഞ്ഞിരപ്പള്ളി സ്വദേശിയുമായ സ്നേഹ ബാബു എന്നിവരും ഷൈനിനൊപ്പം അന്ന് പിടിയിലായിരുന്നു.
കലൂർ കടവന്ത്ര റോഡിലെ ഫ്ളാറ്റിൽ പുലർച്ചെ 1 മണിക്ക് നടന്ന റെയ്ഡിലാണ് ഷൈനും സുഹൃത്തുക്കളും അന്ന് പിടിയിലായത്. ഫ്രിഡ്ജിനുള്ളിൽ സൂക്ഷിച്ച 10 പാക്കറ്റ് കൊക്കൈനാണ് അന്ന് പോലീസ് കണ്ടെത്തിയത്. തൃശൂരിൽ സെക്യൂരിറ്റി ജീവനക്കാരനെ വാഹനമിടിപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചതിന് അറസ്റ്റിലായ കിങ്സ് ഗ്രൂപ്പ് ഉടമ മുഹമ്മദ് നിസാമിന്റെ ഉടമസ്ഥതയിലുള്ള ഫ്ളാറ്റ് വാടകയ്ക്കെടുത്തതായിരുന്നു ഇവർ. ഗോവയിൽ നിന്നാണ് മയക്കുമരുന്നെത്തിയത്. പിടിയിലായവർ ഉപയോഗിച്ചതിന്റെ ബാക്കി 10 പാക്കറ്റ് കൊക്കൈനായിരുന്നു പോലീസിന്റെ കയ്യിൽ കിട്ടിയത്. കൊച്ചിയിൽ നടക്കുന്ന നൈറ്റ് പാർട്ടികളിൽ മയക്കുമരുന്നുകൾ ഉപയോഗിക്കുന്നുണ്ടെന്ന് പോലീസിന് വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയ്ക്കിടെയാണ് ഷൈൻ ഉൾപ്പെടെയുള്ളവർ പിടിയിലായത്. ഫ്ളാറ്റിൽ നിന്ന് പിടിച്ചെടുത്തത് കൊക്കൈൻ അല്ലെന്ന് പറഞ്ഞ് മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയിരുന്നു അന്ന് ഷൈൻ. 22 ദിവസത്തെ നിരീക്ഷണത്തിനൊടുവിലാണ് ഇവരെ പോലീസ് വലയിലാക്കിയത്. പരിശോധനയുടെ സമയം ഷൈൻ അടക്കമുള്ള പ്രതികൾ ലഹരി ഉപയോഗിച്ചതായും തെളിഞ്ഞിരുന്നു. എന്നാൽ വേണ്ടത്ര തെളിവില്ലെന്ന് പറഞ്ഞ് വർഷങ്ങൾക്ക് ശേഷം ഈ കേസ് തള്ളിപ്പോവുകയായിരുന്നു. 2 ദിവസം മുൻപ് ഇതിനെതിരെ കോടതി തന്നെ രംഗത്തെത്തിയിരുന്നു. പോലീസിന് വീഴ്ചയുണ്ടായെന്ന് കോടതി വിമർശിച്ചു. ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്നും ലഹരി വസ്തു കണ്ടെടുത്താൽ അത് പിടിച്ചെടുക്കുന്നത് ഒരു ഗസറ്റഡ് ഉദ്യോഗസ്ഥന്റെ സാന്നിധ്യത്തിലായിരിക്കണം. എന്നാൽ ഈ കേസിൽ 1-ാം പ്രതിയായ മോഡലിന്റെ ദേഹപരിശോധന നടത്തിയത് പോലീസ് ഉദ്യോഗസ്ഥയാണെങ്കിലും ലഹരി വസ്തു കണ്ടെടുക്കുമ്പോൾ വനിതാ ഗസറ്റഡ് ഓഫീസർ ഒപ്പം ഇല്ലായിരുന്നുവെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. നിയമത്തിന്റെ ഭാഗമായുള്ള പല വ്യവസ്ഥകളും ലംഘിക്കപ്പെട്ടെന്നും കോടതി പറയുന്നു. പ്രതികൾ എല്ലാവരും ചേർന്നിരുന്ന കൊക്കൈൻ ഉപയോഗിച്ചു എന്നതാണ് കേസ്. എന്നാൽ ഷൈൻ ടോം ചാക്കോയോ കൂട്ടാളികളോ ലഹരി വസ്തു ഉപയോഗിച്ചു എന്നത് ശാസ്ത്രീയ പരിശോധനയിൽ തെളിയിക്കാൻ പോലീസിനായില്ല. അന്ന് ലഹരി വസ്തു പിടിച്ചെടുത്തത് പ്രതികളിൽ നിന്നാണെന്ന് തെളിയിക്കുന്നതിലും പോലീസ് പൂർണ്ണമായും പരാജയപ്പെടുകയായിരുന്നു. UDF കാലത്തെ പോലീസിന്റെ വീഴ്ചയാണ് ലഹരി കേസിൽ ഷൈൻ ടോം ചാക്കോയെ വെറുതെ വിടാൻ ഇടയാക്കിയതെന്നായിരുന്നു ഇത് സംബന്ധിച്ച് എക്സൈസ് മന്ത്രി MB രാജേഷിന്റെ പ്രതികരണം. അടുത്തിടെ ആലപ്പുഴയിൽ 2 കോടിയുടെ ഹൈബ്രിഡ് കഞ്ചാവ് പിടിച്ച കേസിലും ഷൈൻ ടോം ചാക്കോയുടെ പേര് ഉയർന്നു വന്നിരുന്നു. ശ്രീനാഥ് ബാസിക്കും ഷൈൻ ടോം ചാക്കോയ്ക്കും കഞ്ചാവ് കൈമാറിയെന്ന് ഈ കേസിലെ പ്രധാന പ്രതി തസ്ലീമ സുൽത്താന പോലീസിനോട് വെളിപ്പെടുത്തിയിരുന്നു. പ്രതിയുമായി താരങ്ങൾ ഒരുമിച്ച് പലതവണ ലഹരി ഉപയോഗിച്ചതായും മൊഴിയിലുണ്ട്. സംഭവത്തിൽ ശ്രീനാഥ് ബാസി മുൻകൂർ ജാമ്യം തേടി ഹൈക്കോടതിയിലെത്തുകയും ചെയ്തിരുന്നു. ഷൈനാകട്ടെ ആരോപണങ്ങളിൽ ഒരു കാര്യവുമില്ലെന്ന് പറഞ്ഞ് തലയൂരുകയും ചെയ്തു. തിയേറ്ററിൽ വെച്ച് മാധ്യമപ്രവർത്തകരെ കാണുമ്പോൾ ഇറങ്ങിയോടുക, ഇന്റർവ്യൂവിനിടെ സ്വന്തം ഫോൺ വലിച്ചെറിയുക, പ്രമോഷനുകളിൽ ആർക്കും മനസ്സിലാകാത്ത ഭാഷയിൽ സംസാരിക്കുക, ഇങ്ങനെ ചികഞ്ഞു എന്നാൽ കിട്ടുന്ന ഷൈൻ ചരിതങ്ങൾ ഏറെയാണ്. ഇതിൽ ഏറ്റവും ഭീകര വേർഷനായിരുന്നു വിമാനത്തിന്റെ കോക്പിറ്റിൽ അതിക്രമിച്ച് കയറാൻ ശ്രമിച്ചത്. പൈലറ്റ് നന്നായി വിമാനം ഓടിക്കുന്നുണ്ടെന്ന് പരിശോധിക്കാൻ കയറിയതാണ് എന്ന ഷൈൻ ടോം ചാക്കോയുടെ പ്രതികരണം കേട്ട ആർക്കും തോന്നിയിട്ടുണ്ടാകും എവിടെയോ എന്തോ ഒരു തകരാറില്ലേ എന്ന്. ഷൈൻ സിനിമാ സെറ്റുകളിൽ ലഹരി ഉപയോഗിക്കുന്നത് സംബന്ധിച്ച് മുൻപും നിരവധി ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട്. അവയൊന്നും മുൻധാരയിലേക്ക് വരാറില്ല എന്ന് മാത്രം. വന്നാൽ തന്നെ അതിന് ആയുസ്സും അധികം ഉണ്ടാകാറില്ല. 10 വർഷത്തോളം സംവിധായകൻ കമലിനൊപ്പം സഹസംവിധായകനായി ജോലി ചെയ്ത ശേഷം ഗദ്ദാമയിലൂടെയാണ് ഷൈൻ അഭിനയ രംഗത്തേക്ക് കടന്നു വരുന്നത്. നല്ല വേഷങ്ങൾ ചെയ്ത് സിനിമയിൽ വേരുറപ്പിച്ച് വരുന്നതിനിടെയാണ് ലഹരി കുരുക്കിൽ പെട്ടതും. നടീനടന്മാരുടെ ലഹരി ഉപയോഗം മലയാള സിനിമാ രംഗത്ത് വൻ ചർച്ചാ വിഷയവും വിവാദപരവുമായി മാറിയിട്ട് നാളുകളായി. ചില യുവ അഭിനേതാക്കളുടെ മയക്കുമരുന്ന് ഉപയോഗം മൂലം സിനിമാ നിർമ്മാതാക്കൾക്ക് കനത്ത നഷ്ടം സംഭവിക്കുന്നതിനാൽ പരിഹാരം ആവശ്യപ്പെട്ട് അവർ അമ്മയെ സമീപിച്ചതും ബന്ധപ്പെട്ടവർ മാപ്പ് പറഞ്ഞ് പ്രശ്നമൊതുക്കിയതും മറക്കാറായിട്ടില്ല. സർക്കാർ ഇടപെട്ട ഇത്തരക്കാരെ പിടികൂടണമെന്ന ആവശ്യവും ശക്തമാണ്. ഇപ്പോഴത്തെ വിവാദത്തിൽ ഷൈൻ ടോമിന്റെ പേര് പുറത്തുവിടരുതെന്ന് 100 വട്ടം പറഞ്ഞിരുന്നതാണെന്നും വിൻസി പ്രതികരിച്ചിരുന്നു. തന്നോട് സംസാരിച്ച സംഘടനകളോടും വ്യക്തികളോടും ഷൈനിന്റെ പേര് പുറത്തുവിടരുതെന്ന് പറഞ്ഞിരുന്നു. എന്നിട്ടും അവരത് ചെയ്തെങ്കിൽ എന്താണ് അവരുടെ ബോധം? ഫിലിം ചേംബറിന്റെ തലപ്പത്തുള്ളിയാൽ കബളിപ്പിച്ചതുപോലെയാണ് തോന്നുന്നത്. ഫിലിം ചേംബറിന് സമർപ്പിച്ച പരാതി പിൻവലിക്കും. നിയമ നടപടികളുമായി മുന്നോട്ട് പോകാനില്ലെന്നും അത് അയാൾ നിലവിൽ അഭിനയിക്കുന്ന ചിത്രങ്ങളെ ബാധിക്കുമെന്നുമാണ് തുടർന്ന് വിൻസി അലോഷ്യസ് വ്യക്തമാക്കിയത്. സിനിമയിലുള്ള പ്രശ്നം സിനിമയ്ക്കുള്ളിൽ തീർക്കണം. ലഹരി നിർത്തും വരെ മാറി നിൽക്കട്ടെ, അല്ലെങ്കിൽ ധൈര്യമുള്ളവർ അയാളെ മാറ്റി നിർത്തട്ടെ എന്നും വിൻസി പറയുന്നു. ഷൈൻ ടോം ചാക്കോയ്ക്കെതിരായി ലഹരിയുമായി ബന്ധപ്പെട്ട നിരവധി പരാതികളും ആരോപണങ്ങളും ഉയർന്ന സാഹചര്യത്തിൽ ഇനി എന്താകും സിനിമാ സംഘടനകൾ കൈക്കൊള്ളുന്ന നിലപാട് എന്നത് വരും ദിവസങ്ങളിൽ അറിയാം. ഒപ്പം സർക്കാരും പോലീസും നിയമപരമായുള്ള ഇടപെടൽ സിനിമാ മേഖലയിലും ശക്തിപ്പെടുത്തുമോ എന്നും കണ്ടറിയണം.